ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ തന്ത്രങ്ങൾ പലർക്കായി പാളിയിട്ടുണ്ട്. ബി.ജെ.പിക്കും അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുൻപായി ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടത്തുകയും പാർട്ടിയിലെ സ്ഥാനങ്ങൾ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതും പാളി എന്നല്ലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. മാത്രമല്ല 25% പിടിക്കണമെന്നൊക്കെ അമിത്ഷാ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി. മുമ്പും ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകുന്ന ശതമാനത്തിലേക്കൊന്നും സംസ്ഥാന ബി.ജെ.പി എത്തിയിട്ടില്ല എങ്കിലും ഇപ്പോഴുള്ളതിനേക്കാൾ താഴേക്ക് പോകുന്ന ചിത്രമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് ഒരു മുന്നേറ്റം, നഗര മുന്നേറ്റം മാത്രം ഉണ്ടാകുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.53%. 2024 ആയപ്പോൾ അത് 19.26%. 2020 നിന്നും താഴേക്ക് പോവുകയാണ്. അന്ന് 17.2% ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 14 താഴെയായിരിക്കുന്നു. 14% താഴെയാണ് ബി.ജെ.പി ഇവിടെ നേടിയിരിക്കുന്നത്. അപ്പോൾ ബി.ജെ.പി താഴേക്ക് വീണു എന്നതല്ലേ യാഥാർത്ഥ്യം? സ്മൃതി, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ജൈവികമായ ഒരു വളർച്ച രേഖപ്പെടുത്തുന്ന ആയിരുന്നു എന്നാണ് ഈ അടുത്ത സമയം വരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം പൂർണ്ണമായി വെളിയിൽ വന്ന് അവലോകനം ചെയ്യുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു അനാലിസിസ്. അതിപ്പോഴും തിരുവനന്തപുരം നഗരസഭയോ സെലക്ട് അർബൻ സെൻറ്റേഴ്സ്, കോഴിക്കോട്, കൊല്ലം മുതലായ അർബൻ മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സിൽ അത് ശരിയാണ്. പക്ഷെ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി അളക്കുന്നത് രാഷ്ട്രീയ വോട്ടുകൾ അളക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളെ ആസ്പദമാക്കിയാണ്. ആകെയുള്ള 14 ജില്ലകളുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ആകമാനം കൂട്ടി നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ബി.ജെ.പിയുടെ കണക്ക് പുസ്തകത്തിൽ ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. 50 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്തുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഡബിൾ ഡിജിറ്റ് എണ്ണമാണ്. അത് സാധാരണ ബി.ജെ.പിയുടെ പ്രതീക്ഷകളെ പോലും കവച്ചു വെക്കുന്ന രീതിയിൽ 14 സീറ്റുകളുമായി സാന്നിധ്യം അറിയിക്കുന്നു. കൊല്ലത്തും സാമാന്യം തിളക്കമുള്ള വിജയമാണ്. 11-12 സീറ്റുകൾ കോർപ്പറേഷൻ വാർഡുകൾ ജയിച്ചുകൊണ്ട് സാന്നിധ്യം അറിയിക്കുന്നു. പക്ഷേ ഏറ്റവും അധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന തൃശ്ശൂർ മണ്ഡലം, തൃശ്ശൂർ കോർപ്പറേഷൻ ബി.ജെ.പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സുരേഷ് ഗോപിക്ക് കിട്ടിയ കോർപ്പറേഷൻ ലിമിറ്റിലെ വാർഡുകളിലെ ഭൂരിപക്ഷം അനുസരിച്ച് നോക്കിയാൽ ഏതാണ്ട് 56 വാർഡുകളിൽ 32-36 ഇടയ്ക്ക് വാർഡുകളിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. ബി.ജെ.പിക്ക് മേൽക്കൈയുണ്ട് LDF-നേക്കാൾ UDF-നേക്കാൾ. പക്ഷേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വന്നപ്പോൾ, തദ്ദേശ ഫലം വന്നപ്പോൾ 8 സീറ്റുകളിൽ മാത്രമാണ് തൃശ്ശൂർ വിജയിക്കാൻ പറ്റിയത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടേത് ഒരു വേറിട്ട ഒരു പശ്ചാത്തലത്തിൽ ആ വിജയത്തെ ബി.ജെ.പിയുടെ വിജയമായി അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതൊരു പ്രത്യേക സമയത്തുള്ള ഒരു വൺ ടൈം അഫെയർ ആയി കാണാനാണ് ഒരു പക്ഷേ ബി.ജെ.പി സുരേഷ് ഗോപി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അങ്ങേക്ക്, ഇത് എന്റെ വിജയമാണ്, ഇത് ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടല്ല എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. പിന്നെ അത് മാറ്റി പറഞ്ഞെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ താരതമ്യേന പുതുമുഖമായതുകൊണ്ട് സത്യസന്ധമായി ഒരു കണക്കെന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. പിന്നീടാണ് അതിൻ്റെ രാഷ്ട്രീയമായ ഒരു വശം കൂടി ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഫുട്ട് ഇൻ ദ മൗത്ത് എന്ന രീതിയിലാകുമല്ലോ എന്ന് ചിന്തിച്ചത് പിന്നീടാണ്. അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ച ഒരു വലിയ മുന്നേറ്റമെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.87% വോട്ട് ഷെയറാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. അതൊരു ത്രഷ് ഹോൾഡിനടുത്താണ്. അതിൽ നിന്നും ശ്രീ അമിത്ഷാ പറയുന്നത് 25% വോട്ട് ഷെയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൈവരിക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഡബിൾ ഡിജിറ്റിലേക്ക് നീങ്ങാൻ കഴിയും. കാരണം ഒരു മൾട്ടി കോർഡേഡ് കോൺടെസ്റ്റിൽ ശക്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വിഷയമെങ്കിൽ തീർച്ചയായും ബി.ജെ.പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അവിടെ നിന്നും ബെഞ്ച് മാർക്കായി എടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19.87% ഇപ്പോഴിതാ 14% താഴേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു ബെഞ്ച് മാർക്കായി എടുക്കാനാവില്ല. അത് പിന്നീട് ഒക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു നമ്പേഴ്സാണ്. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നമ്പേഴ്സ് വെച്ചിട്ട് ചെറിയൊരു മേൽക്കൈ അവകാശപ്പെടാനുണ്ട്. പക്ഷേ ഏറ്റവും അധികം ബി.ജെ.പി പറഞ്ഞിരുന്നത് കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. കാരണം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് 35-40% വോട്ടുകളുള്ള ഇടുക്കി ജില്ല, കോട്ടയം ജില്ല
പത്തനംതിട്ട ജില്ല എന്നിവിടങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പൂവണിഞ്ഞില്ല എന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. അവിടെ BJPക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പലതും ഇപ്പോൾ UDF എന്ന്, കാരണം UDFിലേക്ക് പോകാവുന്ന വോട്ടുകളാണ് പലപ്പോഴും BJPയിലേക്ക് പോകുന്നത് എന്ന മുൻധാരണ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ BJPക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ BJPക്ക് ലഭിച്ചു, കൃത്യമായ വോട്ടുകൾ. പക്ഷേ അഡീഷണലായി UDFിൽ നിന്നും എത്തേണ്ട വോട്ടുകൾ ലഭിച്ചില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ LDFന് ലഭിക്കാവുന്ന ചില വോട്ടുകൾ BJPക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ മേനി പറയാം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അതുപോലെ ഫോളോ ചെയ്തില്ല എങ്കിൽ പോലും അവിടെ BJPക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് വലിയ രീതിയിൽ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അനൂപ് ആന്റണിയെയും അതുപോലെ ഷോൺ ജോർജിനെയും അതുപോലെ കേന്ദ്രമന്ത്രി, ക്രൈസ്തവനായ കേന്ദ്രമന്ത്രിയെയും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന BJPയുടെ പ്രതീക്ഷകൾ വന്നില്ല. പക്ഷേ ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായി ഇപ്പോഴും പരിഗണിക്കാവുന്ന കക്ഷിയാണ്. കാരണം അവരുടെ വിജയത്തിൽ ചില കാര്യങ്ങൾ അണ്ടർ ദ ബെൽറ്റ് കാണിക്കാനുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ വിജയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചത് കൊണ്ട് പറഞ്ഞു നിൽക്കാൻ BJPക്കും ചില കാര്യങ്ങളുണ്ട്. ശരി ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.